الرجيم بسم الله الرحمن الرحيم وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. അവിടെയൊക്കെ ഔത്താദ് ഈ ദാലിമ നിർത്തുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടത് എങ്ങനെ? ഒന്ന് പു തു ബ് ജ ദ് അല്ലേ? അവിടെ ഈ ഇതിൽ ദാല് വരുന്നുണ്ട്. അപ്പം ദാലിമ നിർത്തുമ്പോൾ ഒരല്പം ശിദ്ധത്തോടു കൂടി നിർത്തണം. ഖുൽ ഹുവല്ലാഹു അഹദ്. അതേപോലെ വഫിർഔന ദിൽ ഔതാദ് എല്ലാം ദ് എന്നാ നിർത്തണ്ടേ. പിന്നെ അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറൂ ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അവിടെ കണ്ടില്ലേ, ഒക്കെ ദാല. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യണം? ഒരല്പം ശബ്ദത്തോടു കൂടി നിർത്തണം. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഔത്താദ് നീട്ടി നിർത്തണം. സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിൽ എന്ത് വേണ്ട, അങ്ങനെ നീട്ടേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ പൈല് ശ്രദ്ധിക്കാനുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ് അല്ലേ? എന്തെങ്കിലും വേറെ തജ്വീദ്? ഫിർഔന അത് നമ്മൾ കുറെ വട്ടം പറഞ്ഞതാണ് അല്ലേ? തർക്കീക്കായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ അവിടെയൊക്കെ കാണാം തഗൗ എന്ന് കഴിഞ്ഞിട്ട് ഒരു അലിഫ് കാണാം. വാവിന്റെ ശേഷം അതിനെന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. ഇങ്ങനെ ഇട്ടാല് അലിഫ് അല്ല, അലിഫ് വാവ് അതിന്റെ മുകളിൽ എന്ത് വരിക? യാ മുദവ്വറായ സുക്കൂൻ വരിക. റൗണ്ട് അബൌട്ട് രൂപത്തിലുള്ള സുക്കൂൻ വരിക. അങ്ങനെ വന്നാൽ അതിനെന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. തഗൗ ഉണ്ടല്ലേ? തഗൗ എന്ന് പറയേണ്ട നമ്മൾ ഇല്ല. പിന്നെ ഫഅക്സറൂ അവിടെയും കാണാം അലിഫ് അല്ലേ? വലൈക്കും സലാം. പിന്നെ കാണാം ഇവിടെ, പിന്നെ അതിലുള്ളത് വേറെയിലില്ല അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഇത് കാണാം. അതിനെന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അതൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇനി തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ആ ഓതിയയിലും ഇല്ല. എന്നാ പോവാ. ആ ആയത്തൊന്നുകൂടി എല്ലാരും കൂടി ഉറക്കൊന്നു ഓതിക്കാൻ. ഇപ്പൊ ഫിർഔന وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. വഫിർഔന ദിൽ ഔതാദ്. ഇനി അർത്ഥം പറഞ്ഞോളി. വഫിർഔന, ഫിർഔൻ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിന്റെ പേരാണ് അല്ലെ? വഫിർഔന, ഫിർഔനിനെയും അലം തറ, അവിടേക്കാണ് ബന്ധം. അലം തറ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നീ കാണുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? ആരെ പറ്റി? വഫിർഔന, ഫിർഔനിനെ പറ്റിയും. അതിന് മുമ്പ് നമ്മൾ ആരൊക്കെ പറഞ്ഞു? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് പറഞ്ഞു, ആദ് ഗോത്രത്തെ പറഞ്ഞു. പിന്നെ വസമൂദല്ലദീന ജാബു സ്സഖ്റ ബിൽ വാദ്, സമൂദ് ഗോത്രത്തെ പറഞ്ഞു. മൂന്നാമത്തെ ഒന്ന് വഫിർഔന, ഫിർഔനിനെ പറ്റിയും ചിന്തിക്കുന്നില്ലേ? ഇനി അല്ലാഹു തആല ഫിർഔനിന്റെ ഒരു പ്രത്യേക പിന്നെ ഗുണം അല്ലെങ്കിൽ അതിന്റെ ആ സ്വഭാവം അവിടെ വിവരിക്കാണ്. ദിൽ ഔതാദ്, തൂണുകളുള്ള അല്ലെങ്കിൽ ആണികളുള്ള, രണ്ടർത്ഥം വരാറുണ്ട്. ദിൽ ഔതാദ്, ആണികളുള്ള ഫിർഔൻ അല്ലെങ്കിൽ തൂണുകളുള്ള ഫിർഔനിനെ പറ്റിയും ചിന്തിക്കുന്നില്ലേ? അല്ലദീന,
ആരാണ് ഈ പിന്നെ തൂണുകളുള്ള ഫിരഔൻ? അല്ലദീന തഗൗ, അതിക്രമം പ്രവർത്തിച്ചവരാണ് അവർ. ഫിൽ ബിലാദ്, നാട്ടിൽ, രാജ്യങ്ങളിൽ, നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചവരാണ് അവർ. ഫ, അങ്ങനെ, അക്സറു, അവര് കൂടുതലായി ചെയ്തു, ധാരാളമായി ചെയ്തു, ഫീഹ, നാട്ടിൽ, അൽ ഫസാദ്, കുഴപ്പം ധാരാളമായി ഉണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ ഫസാദ്, എന്തായാലും വേറൊന്ന് പറയല്, ഫിത്ന, അക്രമം, പിന്നെ ഒരു പദകൂടി ഉണ്ട് മലയാളത്തിൽ, ഫസബ്ബ അലൈഹിം, അപ്പോൾ അല്ലാഹുതആല ചൊരിഞ്ഞു, അലൈഹിം, അവരുടെ മേൽ, റബ്ബുക എന്നാണ് നിന്റെ രക്ഷിതാവ് ചൊരിഞ്ഞു. എന്താ ചൊരിഞ്ഞത്? സൗത അദാബ്, ശിക്ഷയുടെ ചെമ്മട്ടി അല്ലെങ്കിൽ ചാട്ടവാർ വീശിന്നും ചൊരിഞ്ഞുന്നും രണ്ടർത്ഥം പറയാണ്ട്. സബ്ബന്റെ അർത്ഥം ശരിക്കും ചൊരിഞ്ഞു എന്നാ, ശിക്ഷ ചൊരിഞ്ഞു. പിന്നെ ഇന്ന, തീർച്ചയായും, റബ്ബക, നിന്റെ രക്ഷിതാവ്, ലബിൽ മിർസാദ്, പതിയിരിക്കുന്ന സ്ഥലത്താണ്. എന്നാ അല്ലാഹുതആല, തീർച്ചയായും അല്ലാഹുതആല നിന്റെ രക്ഷിതാവ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചു വരാം. ആദ്യം ആദ് ഗോത്രത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കി, പിന്നെ സമൂദ് ഗോത്രത്തെ പറ്റി മനസ്സിലാക്കി. മൂന്നാമത് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത് ആരെ പറ്റിയാണ്? ഫിർഔനിനെ പറ്റിയാണ്. ഫിർഔനിന്റെ സ്വഭാവം പറഞ്ഞപ്പോ ദിൽ ഔതാദ് എന്ന് പറഞ്ഞു. എന്താ ഈ വത്ദ് എന്ന് പറയുന്നത്? വത്ദുൻ, അതിന്റെ ബഹുവചനാണ് ഇത്. വത്ദ്, അതിന്റെ ബഹുവചനാണ് ഔതാദ് എന്ന് പറയുന്നത്. എന്താണിയാണത്? ഇതിപ്പോ തൂണെന്നും ആണിന്നും രണ്ടും വിവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മള് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞല്ലോ അല്ലേ? എന്താണ് ഇമാദ്? അതും തൂണനല്ലേ, തൂണുകളുള്ള ഇറം ഗോത്രം. വത്ദോ, അതും തൂണന്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? വത്ദ് ആണി പോലെ തായോട്ടായിരിക്കും. നമ്മളിപ്പോ വലിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ തായോട്ട് കുറെ ഫില്ലർ വെക്കൂലേ അല്ലേ? അത്തരം ഫില്ലർ പോലുള്ള, ആണി പോലുള്ള തായോട്ടുള്ളതിനാണ് എന്ത് പറയാ? വത്ദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വലിയ കൈമല്ല അറബികളുടെ, ആ കൈമക്കടിക്കണ കുറ്റിക്കും എന്ത് പറയും? വത്ദ് എന്ന് പറയും. കൈമക്കടിക്കണ കുറ്റിക്കും വത്ദ് എന്ന് പറയാറുണ്ട്. എന്നാ ഇമാദ് എന്ന് പറഞ്ഞാലോ ഭൂമിന്ന് മോളോട്ട് പൊങ്ങിക്കണതാ. അപ്പൊ രണ്ട് തൂണും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഭൂമിന്ന് അടിയിക്ക് പില്ലർ പോലെ ഉള്ള ആണി പോലെ, പിന്നെ ഭൂമിക്ക് അടിയിക്കുള്ള. ഇമാദ് എന്ന് പറഞ്ഞാല് മേലക്കുള്ള, നമ്മൾ ബിൽഡിംഗ് ഇങ്ങനെ പൊക്കി 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 പോകാൻ വേണ്ടിയുള്ള ആ തൂണ്. അപ്പൊ രണ്ടും മലയാളത്തിൽ തൂണാണെങ്കിലും വ്യത്യാസം, ഒന്ന് മുകളില് ഭൂമിക്ക് മുകളിലാണ്, ഒന്ന് ഭൂമിക്ക് താഴെയാണ്. ആദ് ഗോത്രത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഇമാദ് എന്നും ഇറമദാത്തിൽ ഇമാദ് എന്നും, പിന്നെ ഫിർഔനിനെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? വഫിർഔന ദിൽ ഔതാദ് എന്നും പറഞ്ഞു. എന്താ പിന്നെ ആണി പോലുള്ള തൂണ് എന്ന് പറയാൻ കാരണം? ആണി പോലുള്ള തൂണ് അറിയാൻ കാരണം എന്താ? എന്താ, എന്തുകൊണ്ടാ പറയണേ? പറഞ്ഞോളി. അതൊരു ഇതുണ്ട്. നമ്മളിപ്പോ ഒന്ന് മുഫസ്സിറുകൾ 2-3 അർത്ഥമാണ് അതിന് വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ സൈനിക താവളങ്ങൾക്കല്ലേ ഹൈമ എന്ന് പറയുന്നത് എന്താ? പണ്ട് ഹൈമ എന്ന് പറയുന്നത് ഈ സൈനിക താവളങ്ങൾക്കാണ് ശരിക്കും ഹൈമ എന്ന് പറയുന്നത്. പട്ടാളക്കാർ വന്ന് താമസിക്കണതല്ലേ. ഓലിപ്പം ഓലെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു സ്ഥലത്ത് പിന്നെ ഒരുമിച്ച് കൂടി അവിടെ താമസിക്കണല്ലോ. അപ്പൊ ആ താമസിക്കുന്ന സ്ഥലത്തിനാണ് ഹൈമ എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനാണ് ഖിയാം. നമ്മൾ ടെന്റ് എന്ന് പറയും അല്ലേ? ആ ടെന്റ് ഉണ്ടാക്കണത് എങ്ങനെ? ആ ടെന്റ് കാറ്റിന് പാറിപ്പോവാതിരിക്കാൻ ഒരു ആണി തറച്ചിട്ടുണ്ടാവും. അപ്പൊ അത് പാറിപ്പോവാതെ ശക്തമായി ഉറച്ചു നിൽക്കണം. എന്തുകൊണ്ടാ? ആ ആണി കൊണ്ടാ. ഇതേപോലെ
ആ ആണി കൊണ്ട് തറച്ചു നിൽക്കുന്ന ആ സൈനിക താവളം ആർക്കുണ്ടായിരുന്നു? എന്ന് പറഞ്ഞാല് ആ ഹൈമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ചെന്താ, അത്രയും വലിയ പട്ടാളക്കാർ സൈന്യം ആർക്കുണ്ടായിരുന്നു? ഫിർഔനിനുണ്ടായിരുന്നു. അപ്പൊ ഫിർഔനതിൽ ഔത്താദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശാർത്ഥം വലിയ സൈനിക വ്യൂഹമുള്ള ഫിർഔൻ എന്നാണ് ഒരർത്ഥം. ഒരർത്ഥം പറഞ്ഞത് ആണിയാണ് ഉദ്ദേശമെങ്കിലും പിന്നെ അതെന്താണ്, ആ ആണി എന്ന് പറയുന്ന ഒരു ഫഹ്റാൻ, ആ ആണി വെച്ചിട്ട് ഉള്ള ഹൈമയിൽ ആ പിന്നെ ഉള്ള പട്ടാളക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഫിർഔന ദിൽ ഔത്താദ്. അതിനവര് തെളിവ് പറഞ്ഞത് എന്താ? ദിൽ ഔത്താദ് കഴിഞ്ഞിട്ട് പറയുന്ന പദം എന്താ? അല്ലദീന, അല്ലേ? അല്ലദീന്നാണോ പറഞ്ഞത്? അല്ലത്തീന്നാണോ പറഞ്ഞത്? അല്ലദീന. അത് ബഹുവചന അല്ലേ? ഒരാളാണോ രണ്ടാളാണോ? അല്ല, ഒരുപാട് ആളുകൾ. അല്ലദീന ഒരു കൂട്ട്. അപ്പൊ ആ കൂട്ട് എന്ന് പറഞ്ഞാൽ കൈമക്കകത്ത് പിന്നെ തടിച്ചുകൂടിയ പട്ടാളക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലദീന എന്നവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരർത്ഥം പിന്നെ സൈനിക താവളങ്ങളുള്ള, അഥവാ ആ സൈനിക താവളത്തിൽ ഒരുപാട് പട്ടാളക്കാരുള്ള, അത്രയും പിന്നെ ഉറപ്പും ശക്തിയും ഒക്കെയുള്ള ആളായിരുന്നു ആര്? ഫിർഔൻ എന്ന് പറഞ്ഞു. അപ്പം ആ ഫിർഔനിന്റെ ആധിപത്യത്തിന്റെ അടയാളമാണ് ഒരു രാജാവിന്, ഒരു ഭരണാധികാരിക്ക് കുറെ പട്ടാളക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്രയും ശക്തിയാക്കിട്ടുന്ന, അല്ലേ? ഒരു രാജ്യത്ത് ഇത്ര പട്ടാളക്കാരുണ്ട് എന്ന് നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ അത്രയും വലിയ ശക്തിയാണ് ആ രാജ്യം എന്നാണ് അതിന്റെ അർത്ഥം. ഇതേപോലെ ഫിർഔനിന് ഒരുപാട് ഖൈമകളുള്ള, സൈനിക താവളങ്ങളുള്ള പിന്നെ എന്തുണ്ടായിരുന്നു? പട്ടാളക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ ഫിർഔനിന്റെ ശക്തി കാണിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? വഫിർഔന ദിൽ ഔത്താദ്. രണ്ടാമതൊരർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ഫിർഔൻ അക്രമിയായിരുന്നു. അതുകൊണ്ടാണല്ലോ അല്ലദീന തഗൗ. ഫിർഔനും കൂട്ടരും ആരാണ്? അതിക്രമം നടത്തും. എന്ത് അതിക്രമം അവര് നടത്തിയിരുന്നത്? ആളുകളെ അനർഹമായി ശിക്ഷിക്കും. ആ ശിക്ഷിക്കാൻ അവര് ദേഷ്യം വരുമ്പോൾ ശിക്ഷിക്കും. ശിക്ഷിക്കണ രൂപം എങ്ങനെ? ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട്, ഒരു ആണിമ കെട്ടിയിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു മരക്കൊമ്പിലൊക്കെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ശിക്ഷിക്കും. ആ ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണി പോലുള്ള ഒരു ആയുധം ഉണ്ടായിരുന്നു. നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ ഒരു കോലില്ലേ, ഒരു കോല് അടിക്കാൻ ഉപയോഗിക്കണൊക്കെ കോല്, അത്തരം ഇതിനാണ്. അപ്പൊ ആ ശിക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധത്തിന്റെ പേരാണെന്ത്? എന്ത്? ഔത്താദ് എന്ന് പറഞ്ഞ. അപ്പൊ ആ രൂപത്തിൽ അതിക്രമം പ്രവർത്തിച്ച ആളായിരുന്നു ആര്? ഫിർഔനും കൂട്ടരും എന്ന് പറഞ്ഞ മുഫസ്സിറുകളെ ഉണ്ട്. അതിനെന്താ തെളിവായിട്ട് അവര് പറയണത്? ഫിർഔനിന്റെ തന്നെ ഭാര്യയെ പറ്റി വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത് റബ്ബി ബിനിലി ഇന്ദക ബൈതം ഫിൽ ജന്ന എന്ന് ഫിർഔനിന്റെ ഭാര്യ പറയുന്നുണ്ട്. അള്ളാഹുവെ, സ്വർഗത്തിൽ എനിക്ക് വലിയൊരു എടുപ്പ് വീട് ഉണ്ടാക്കി തരണേ, പണിത് തരണേ പഠിച്ചവനെ. നോക്കി നിങ്ങള്, വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഫിർഔനിന്റെ ഭാര്യ, സ്വന്തം ഫിർഔനിന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ ഇവിടെ ഒരു കൊട്ടാരം ഉണ്ടായിട്ട് ആ കൊട്ടാരത്തെക്കാൾ വലിയ ഒരു വീട്, ഒരു ബൈത്ത് എനിക്ക് എവിടെ തരണം പഠിച്ചവനെ? സ്വർഗത്തിൽ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കാനുള്ള കാരണമായി മുഫസ്സിറുകൾ പറയുന്നത് എന്താ? ആ പിന്നെ ഫിർഔനിന്റെ ഭാര്യ വിശ്വാസിയായിരുന്നു. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നത് കൊണ്ട് മരണം വരെ ആ ഭാര്യയെ ആര് പീഡിപ്പിച്ചിരുന്നു? ഫിർഔൻ പീഡിപ്പിച്ചിരുന്നു. അതിന് പീഡിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണിത് ഔത്താദ് എന്ന് പറയുന്നത്. അപ്പം ജനങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി, ശിക്ഷ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാണ് ഔത്താദ്. നമ്മളൊരു ഇങ്ങനെ ഒരു കോലില്ലേ, ആ കോല് പോലുള്ള അല്ലെങ്കിൽ കുറ്റി പോലുള്ള ആയുധമാണ് എന്ന് പറയുന്ന മുഫസ്സിറുകളുമുണ്ട്. മൂന്നാമത്തെ ഒരാശയം ഫിർഔനിന്റെ പിന്നെ ആ ഉറച്ച ഭരണത്തിന്റെ പിന്നെ പ്രതീകമാണ്. പറഞ്ഞാല് അത് ശരി, ദിൽ ഔത്താദ് എന്ന് പറയുമ്പോൾ ആ ഫിർഔനിന്റെ ഭരണം അത്ര ഉറച്ചതാണ്. ഏതുപോലെ ഈ ഖൈമക്ക്, ഈ പിന്നെ എന്താ പറയുന്ന മലയാളത്തിൽ ടെന്റ് അല്ലെ, ഇംഗ്ലീഷ്, ആ ടെന്റിന് അത് പാറിപ്പോവാതിരിക്കാൻ ആണി എങ്ങനെ ഉറപ്പിച്ച് അടിക്കുന്നുവോ അതേപോലെ ഫിർഔനിന്റെ രാജാധിപത്യം ഉറപ്പിക്കാനാണ് അള്ളാഹു തആല എന്ത് പറഞ്ഞത്? വഫിർഔന ദിൽ ഔത്താദ് എന്ന് പറഞ്ഞാൽ അത്രയും പിന്നെ ഭരണം
ഉറച്ചതായിരുന്നു ഫിർഔനിന്റെ എന്ന് കാണിക്കാനാണ്. എന്നിട്ട് എന്താ പറയുന്നത്, വത്ത് ഖൈമ എന്നാണ് കൂടാരത്തെ ആ ആണി കൊണ്ട് ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ ഫിർഔനിൻ വിചാരിച്ചത് ആ ഫിർഔനിന്റെ ഭരണകൂടത്തെ, ആധിപത്യത്തെ ഒരിക്കലും കുലുങ്ങാതെ അത് എന്നും കാലാകാലം ഉറപ്പിച്ചു നിർത്തും എന്നാണ് ആരുടെ വിശ്വാസം? ഫിർഔനിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ശിക്ഷ വന്നപ്പോ എത്ര വലിയ ശക്തി ഉണ്ടായിട്ടും, എത്ര വലിയ ആധിപത്യം ഉണ്ടായിട്ടും, എത്ര വലിയ സൈന്യങ്ങളും പട്ടാളങ്ങളും ഉണ്ടായിട്ടും ശിക്ഷ വന്നപ്പോ ഒരു നിമിഷം പോലും പിടിച്ചു നിർത്താൻ ആർക്ക് സാധിച്ചില്ല? ഫിർഔനിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ബലാഗ എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ആ ബലാശാസ്ത്രത്തില് അറബി സാഹിത്യ ശാസ്ത്രത്തിനാണ് ബലാഗ എന്ന് പറഞ്ഞത്. അതിന്റെ നിയമങ്ങൾ വിവരിക്കണ ശാസ്ത്രമാണ് ബലാഗ. നഹ്വ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അത് ഗ്രാമർ വിശദീകരിക്കണം. ഇത് അറബിയുടെ ഭാഷാ സാഹിത്യം വിവരിക്കുന്ന ആ ശാസ്ത്രത്തില് ഇതിനൊരു ഉപമ പറയുന്നുണ്ട് അല്ലേ? ഒരു ചെറിയ തൂണ്, അതാണ് വലിയ കൂടാരത്തെ പിടിച്ചിട്ട് അല്ലെ. കൂടാരം എത്ര വലിപ്പുണ്ടാവും? വലിയതായിരിക്കും. ആണിയോ ഈ പേനന്റെ അത്ര ഉണ്ടാവും. ഈ ആണിയാണല്ലോ ഇപ്പൊ ഈ കൂടാരത്തെ കാറ്റിൽ പറന്നു പോകാതെ പിടിച്ചിരിക്കണേ അല്ലേ? മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? ഈ ആണിയാണ് ഈ കൂടാരത്തെ പറന്നു പോവാതെ പിടിച്ച് ഏത് കാറ്റും കോളും വരുമ്പോ ഉറപ്പിച്ചു നിൽക്കുന്നത് ഈ ആണിയാണ്. ഇതേപോലെ ഫിർഔനും കൂട്ടരും വിചാരിച്ച എന്താ? ദുനിയാവില് അള്ളാഹുത്താല അവർക്ക് നൽകിയ ഈ ആണി പോലുള്ള സ്വാധീനം അല്ലെങ്കിൽ ഇത്തിരി സമ്പത്ത്, അത് മനുഷ്യനെ പിടിച്ചു നിർത്തും, ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നാണ് ആര് വിചാരിച്ചത്? ഫിർഔൻ. ഇനി നമ്മളിലേക്ക് വന്ന് നോക്കി. നമുക്ക് ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ ഇത്തിരി ബാലൻസ് ഉണ്ട് എന്ന് കൂട്ടാം. നമ്മൾ വിചാരിക്കോ എന്റെ മരണം വരെ അതൊക്കെ തിന്നാളുടെ എനിക്കുണ്ട് അല്ലേ? നമ്മളെ ധാരണ അതാണ്. അല്ലെങ്കിൽ കുറെ ഭൂസ്വത്തുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമാറകളുണ്ട് അല്ലെ, ഇതൊക്കെ ഉണ്ട്, ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെ വിചാരിക്കും. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പൊ പേടിക്കാനൊന്നുമില്ല. അത് എന്താണ് ആ വിചാരം? ഈ ആണി ഇപ്പൊ എന്നെ പിടിച്ചു കിട്ടും. എന്റെ സമ്പത്ത് ഈ ആണിയാണ്, എന്റെ ഇമാറകൾ ഈ ആണിയാണ് അല്ലേ, എന്റെ മറ്റ് സമ്പത്തുകൾ ഭൂസ്വത്തുകളൊക്കെ ഈ ആണിയാണ്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഈ ആണിയെ തകർക്കാൻ ഒരു നിമിഷം മതി അല്ലേ? ആലോചിച്ച് നോക്കുങ്ങള്. വലിയ വലിയ ഇമാറകളും ബിൽഡിങ്ങുകളും ഒക്കെ ഒരു ചെറിയ ഭൂകമ്പം, ഒരു ഭൂമി കുലുക്കം വരുമ്പോ അതൊക്കെ അങ്ങോട്ട് അതപ്പതിക്കും അല്ലേ? ഒരു ദായിയുടെ കഥ പറയുന്നുണ്ട്. ഒരു ദായി ഒരു മറിഞ്ഞു വീണ ഒരു കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കാണ്. അപ്പോ അയാൾ ചിന്തിക്കാണ്, ആ രാജ്യത്ത് ആ കൊട്ടാരത്തിന്റെ ഉടമ വലിയ ഒരു രാജാവായിരുന്നു, ഒരു മഹാനായിരുന്നു അല്ലേ? അയാൾ വിചാരിച്ചെന്താ? അയാളുടെ ശക്തിയും ആ കൊട്ടാരവും ഒക്കെ എന്നുമെന്നും നിലനിൽക്കുന്ന ഒരൊറ്റ ഭൂകമ്പം വന്നു. അതെന്തായി? ഒക്കെ അടർന്നു വീണു. പിന്നെ കുറെ കാലാന്തരത്തിന് ശേഷം അയാൾ മരിച്ചു. അയാളുടെ മക്കള് അതൊക്കെ തുണ്ടം തുണ്ടമായി ഏറ്റെടുത്തു. ആ രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരം എന്തായി? ആ ചെതല് പിടിച്ച് അവസാനം പ്രാക്കളും വവ്വാലും ഒക്കെ വന്ന് താമസം തുടങ്ങി. അപ്പൊ നോക്കിങ്ങള്, ഈ രാജാവിനെ കാണാൻ വേണ്ടി മണിക്കൂറുകളോളം വാതിക്ക ഗേറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കണം ആളുകൾക്ക്, അല്ലെങ്കിൽ അവിടുന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാരും ആദരിച്ചിരുന്ന ഈ രാജാവ് എന്തായി? ഒരു കാറ്റും കോളും അല്ലെങ്കിൽ ഒരു ഭൂകമ്പം വന്നപ്പോ എല്ലാം തകർന്ന് അയാളും പോയി, അവസാനം അയാളെ മക്കളും പോയി, അയാളെ സമ്പത്തൊക്കെ ഛിന്ന ഭിന്നമായി. അങ്ങനെ ഒരു ആസാറായി എന്തായി? ഒരു മണൽക്കൂനയായി അതും മാറുകയാണ്. ആലോചിച്ചു, ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇത് നമ്മളെ ഇതാണ് ഫിർഔനിന്റെ ശരിക്കുള്ള കഥ. ഫിർഔന് എത്രമാത്രം വലിയ സൈന്യം ഉണ്ടായിരുന്നു, എത്ര സമ്പത്ത് ഉണ്ടായിരുന്നു, എത്ര വലിയ ഒരു കൊട്ടാരം മാത്രമല്ല ധാരാളം കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാന്റെ ശിക്ഷയാകുന്ന കൽപ്പന അങ്ങോട്ട് വന്നപ്പോ എന്തായി? ഈ കൊട്ടാരങ്ങൾക്കോ ഈ സൈന്യങ്ങൾക്കോ ഈ സമ്പത്തിനോ ആരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല? ഫിർഔനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ സ്വന്തം രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത, ഈ സമ്പത്തും സൈന്യമൊക്കെ ഉണ്ടായിട്ട് രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളാണ് ആര്? ഫിർഔൻ. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ എത്ര ഭൗതികമായ നേട്ടങ്ങൾ നമുക്കുണ്ടെങ്കിലും, എത്ര വലിയ നാം ഒരുമിച്ച് കൂട്ടിണ്ടെങ്കിലും, ബാങ്കിൽ എത്ര രസീത് ഉണ്ടെങ്കിലും,
ബാലൻസ് ഉണ്ടെങ്കിലും അതൊന്നും എന്തല്ല, അതൊന്നും അള്ളാന്റെ ശിക്ഷ വരുന്ന നേരത്ത് നമ്മളെ എന്താവൂല, നമ്മളെ രക്ഷിക്കൂല. ചിലപ്പോ ചില ഭരണാധികാരികൾ വന്നിട്ടുണ്ടാവും, അക്കൗണ്ടിലെ കാശൊക്കെ എന്താണ് ഫ്രീസ് ആക്കണം, എന്താ ഇതിന് പറയാ, മരയിപ്പിക്കണുണ്ട് നിങ്ങള്. ചില രാജ്യത്തൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലേ, ആ കാശ് മുഴുവൻ അങ്ങോട്ട് മരയിപ്പിക്കും. ഇങ്ങനെ ഒരു ശിക്ഷ നമുക്ക് വന്നാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു ശിക്ഷ വരികയാണെങ്കിൽ വരൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ തന്നെ 2000, 4000 ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തോന്നുകയാണെങ്കിലോ അല്ലേ? അപ്പൊ അതൊക്കെ അങ്ങോട്ട് ഫ്രീസ് ആവും. അപ്പൊ ഇതൊക്കെ നമ്മൾ പിന്നെ കാഴ്ചകളാണ്. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ചിലപ്പോ നമ്മൾ ഏതെങ്കിലുമൊക്കെ കേസിൽ കുടുങ്ങി അല്ലേ, നമ്മളതൊക്കെ എന്താവും, അക്കൗണ്ടൊക്കെ മരയിപ്പിക്കും. ഇങ്ങനെയും ശിക്ഷ വരാം. ആലോചിച്ച് നോക്കൂ നിങ്ങള്, ഇതൊക്കെ വരാൻ പോണ സംഗതികളാ. ഇങ്ങനൊക്കെ വന്നുകൂടായൊന്നുമില്ല അല്ലേ? ആ ജാതി ആണ് പല നാടുകളിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ എന്തേലും ആ ഭൂകമ്പം ഉണ്ടായിരുന്ന സ്ഥലം വെനിസല്ലേ, അതേപോലുള്ള ഒരു ഭൂകമ്പം, അല്ലെങ്കിൽ ഫിലിപ്പൈൻ ഇതേപോലുള്ള ഒരു ഭൂകമ്പമൊക്കെ നടന്ന എന്ത് സമ്പാദിച്ചിട്ടെന്താ? ഒക്കാട് തൂഫാൻ. മനുഷ്യൻ തന്നെ പോയാ പിന്നെന്താ സമ്പത്തുകൊണ്ട് കാര്യം? അപ്പൊ ഇത്തരത്തിലുള്ള ശിക്ഷകളൊക്കെ വരും. അപ്പൊ എത്ര ശക്തിയും ഇതൊക്കെ ഉണ്ടെങ്കിലും ദുനിയാവിൽ ഒന്നും അല്ല. മറിച്ച് നമുക്ക് ബാക്കിയാവണത് നമ്മുടെ വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിച്ച പ്രവർത്തനവും മാത്രമാണ് ബാക്കിയാവുക. അതോടൊപ്പം സമ്പത്തുണ്ടെങ്കിൽ എന്താവും? വിശ്വാസത്തോടൊപ്പം സമ്പത്തുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കേണ്ടത്. അപ്പം ഏത് ശക്തിയെയും ഒരു നിമിഷം മതി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതൊക്കെ ഊരിയെടുക്കാൻ അല്ലേ? ഒരു ആണി വറക്കാൻ വലിയ പണിയുണ്ടോ? ഇല്ല. ഇതേപോലെ അതുകൊണ്ടാണ് അള്ളാഹു തആല ദിൽ ഔതാദ് എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞേ. ഒരു ആണി പറിക്കാൻ എത്ര എളുപ്പം നിങ്ങൾക്ക് സാധിക്കുമോ, ഇതേപോലെ റബ്ബ് തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് പലതരത്തിലുള്ള ആണികൾ ഉണ്ടാവും. സമ്പത്തുണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും. അതൊക്കെ പറിച്ച് നീക്കിക്കളയാൻ റബ്ബിനൊരു നിമിഷം മതി എന്ന വലിയ പാഠം അത് നമ്മെ പഠിപ്പിക്കും. അതാണ് ബലാഗ ശാസ്ത്രജ്ഞന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ അങ്ങനെയാണ് ഫിർഔൻ എന്ന് പറയുന്ന വലിയ രാജാവ് ഒരു പിന്നെന്തായത് ഒരു ഗുണപാഠമായി നമുക്ക് മാറിയത്. ഗുണപാഠം എന്ന് പറഞ്ഞാൽ നമുക്ക് പാഠം പഠിക്കാനുള്ള അല്ലേ? ആ ഫിർഔൻ ചോദിച്ചിരുന്ന ചോദ്യം എന്താ? അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ താഹ്തി, അല്ലേ? ഈജിപ്തിന്റെ അധികാരം, ഭരണാധിപത്യം എനിക്കല്ലേ, ഞാനല്ലേ എന്റെ രാജാവ് അല്ലേ? ഈ തായ് ഭാഗത്തിലൂടെ ഒഴുകുന്ന പിന്നെ നദികളൊക്കെ എന്റേതല്ലേ എന്ന് അവകാശപ്പെട്ടിരുന്ന ആണാര്? ആ ഫിർഔനെയാണ് അല്ലാഹു തആല എങ്ങനെ ശിക്ഷിച്ച്? ഫഅഖദ്നാഹു വജനൂദഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും അല്ലാഹു പിടികൂടി. ഫനബദ്നാഹും ഫിൽ യം, കടലിൽ അദ്ദേഹത്തെ നാം എറിയുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നോക്കിങ്ങള്, ഇത് മറ്റ് ഹലാക്കിന്റെ പ്രധാന കാരണം പറയുന്നത് എന്താ? നശിപ്പിക്കാനുള്ള കാരണം പറയുന്നത് എന്താ? അല്ലദീന തഗൗ എന്നുള്ള, അതിക്രമം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അല്ലേ? എന്താ പിന്നെ ഫിർഔൻ പ്രവർത്തിച്ച അതിക്രമം? ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് എല്ലാ സൈന്യത്തെയും വിളിച്ചു കൂട്ടിയിട്ട് ഫഹശറ ഫനാദ, എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു എന്ത്? ഫഖാല അന റബ്ബുക്കുമുൽ ആയില, ഞാനാണ് പരമോന്നത രക്ഷിതാവ് റബ്ബ് എന്ന് വിളംബരം ചെയ്യുകയാണ്. ഇതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. അപ്പൊ നോക്കി നിങ്ങള്, ഈ അക്രമകാരികളെയും ഈ അക്രമത്തെയും ഒക്കെ പിന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഇല്ലാതാക്കുകയാണ് അല്ലേ? നോക്കി നിങ്ങള്, മൂസാ നബി അലൈഹിസ്സലാം ആ കാലഘട്ടത്ത് അല്ലാഹു തആല ആരുടെ അടുത്തേക്കാണ് അയക്കണേ? ഈ ഫിർഔനിന്റെ അടുത്തേക്കാണ് അല്ലാഹു തആല മൂസാ നബി അയക്കണേ. അപ്പൊ മൂസാ നബിയോട് അല്ലാഹു തആല പറയുന്ന ഒരു ഇതുണ്ട്. എന്താ പറയുന്നത്? ഹാറൂൻ നബിയും മൂസാ നബിയും ആ ഫിർഔന്റെ അടുത്തേക്ക് പോകുമ്പോ ഫഖൂലാ ലഹു, നിങ്ങൾ രണ്ടാളും അവനോട് ഫിർഔനിനോട് പ്രബോധനം ചെയ്യുമ്പോൾ ഇങ്ങനെ പറയണം, ഖൗലൻ ലയ്യിന, എന്താണത്? സൗമ്യമായ വാക്ക് പറയണം. പിന്നെ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവൻ ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം. എന്ത്? ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മൾ കുറച്ചൊക്കെ ധിക്കാരത്തോടു കൂടിയല്ലേ പോവണ്ടേ? അല്ല, അല്ലാഹു തആല പറഞ്ഞ എന്താ? സൗമ്യമായ വാക്ക് പറയണം. അപ്പം ഇത് നമ്മെ പഠിപ്പിക്കണ, പ്രബോധകരായ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഏറ്റവും വലിയ ധിക്കാരിന്റെ അടുത്തേക്ക് അല്ലാഹു സൗമ്യമായ വാക്ക് പറഞ്ഞിട്ടാണ് കടന്നു ചെല്ലാൻ പറഞ്ഞതെങ്കിൽ സാധാരണക്കാരായ ആളുകളേക്ക് അതിനേക്കാൾ സൗമ്യമുള്ള വാക്ക് പറയണം.
അതാണ് ഒരു പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ. ആരെടുത്ത് പോകുമ്പോഴും എന്തുണ്ടാകാൻ പാടില്ല, പരിക്കൻ വർത്താനം പറയാൻ പാടില്ല. സൗമ്യമായിട്ട് പറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോഴായാലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തായാലും നമ്മുടെ സൗമ്യമായ പെരുമാറ്റവും സൗമ്യമായ വാക്കുകളുമാണ് ആളുകളുടെ തലേക്ക് കയറുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും, ധിക്കാരികളായി മാറും എന്ന വലിയ പാഠം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയുംലി ലിൽവാലിമി ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു സുമ്മ ഖറഅ വകദാലിക അഖദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അക്രമം ചെയ്യുന്ന ആളുകൾക്ക് ആ അക്രമം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഇങ്ങനെ സമയം നീട്ടിട്ട് കൊടുക്കും അല്ലേ. ഈ ചൂണ്ടൽ, മീന് കുടുങ്ങിയ ചൂണ്ടലില്ലേ, ആ ചൂണ്ടലിന്റെ വയറെന്താ, മീൻ പിടിക്കുന്ന ആൾ ചെയ്യാ അങ്ങനെ അയച്ചിട്ട് കൊടുക്കും. പിന്നെന്താ, ചൂണ്ട പിടിക്കണ മീൻ പിടിക്കുന്ന ആളെന്താ ചെയ്യാ, ഒരൊറ്റ വലിയൊരു വലിക്കണാണ് അല്ലേ. ഇതേപോലെ അക്രമം പ്രവർത്തിക്കുന്നതിന് ഈ ദുനിയാവിൽ വെച്ച് അക്രമം പ്രവർത്തിക്കാൻ ഇങ്ങനെ അള്ളാഹു താല നീട്ടിയിട്ട് കൊടുക്കും. അങ്ങനെ അള്ളാഹു താല അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷപ്പെടാൻ കഴിയോ, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനാ ഈ നീട്ടിയിട്ട് കൊടുക്കുന്നത്, എന്തിനാ ഈ സമയം ഇങ്ങനെ കൊടുക്കുന്നത്? പക്ഷാതപിക്കാനാണ്, തൗബ ചെയ്തോട്ടെ അല്ലേ. അപ്പൊ അള്ളാന്റെ കാരുണ്യം നോക്കി നിങ്ങൾ, ഏത് വലിയ അക്രമിയും അക്രമം പ്രവർത്തിക്കുമ്പോ, അനീതി പ്രവർത്തിക്കുമ്പോ അയാൾക്ക് ഇങ്ങനെ സമയം കൊടുക്കണം അള്ളാഹു ദുനിയാവില്. എന്തിനാ, മരിക്കണതിന്റെ മുമ്പെങ്കിലും, ശിക്ഷ വരുന്നതിന് മുമ്പെങ്കിലും അയാൾ തൗബ ചെയ്തോട്ടെ. അപ്പം അത് അള്ളാഹു താലാന്റെ ഒരു സുന്നത്താണ്. അതുകൊണ്ടാണ് ഏത് അക്രമിയും അള്ളാഹു കാണാതിരിക്കല്ല, അള്ളാഹ് ഇങ്ങനെ അശ്രദ്ധവാനായി ഇരിക്കല്ല. ഫിർഔൻ അള്ളാഹു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ്, എന്ന് തൗബ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ മരണത്തിന് മുമ്പ് എന്നതാണ്. അപ്പം ഇത് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ ഹസൻ ബസരി റഹ്മഹുല്ലാ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ കാണാം, മസ്ദാദ അബ്ദുൻ ഫി ദുനിയാ റിഫഅതൻ ഇല്ലാ ഇസ്ദാദ മിനല്ലാഹി ഖുർബൻ ബിത്തവാദു. ഒരു അടിമക്ക് എത്രമാത്രം വിനയമുണ്ടോ തവാദുണ്ടോ അത്രമാത്രം അല്ലാഹു തആല എന്ത് ചെയ്യും, അയാളെ ഉയർത്തും എന്നുള്ളതാണ്. പിന്നെ വിനയമില്ലാത്തവനെ അല്ലാഹു തആല എന്ത് ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും. അതാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം. അപ്പൊ ഫിർഔൻ എന്ന് പറയുന്നത് ഒരു ശക്തി, പിന്നെ വലിയ മരം പോലെയാണ്. എന്താ ഈ മരത്തിന്റെ പ്രത്യേകത, കാണുമ്പോ നമുക്ക് എന്ത് ചെയ്യണം, നല്ല ഉറച്ച വലിയ ഉയർന്ന മരമാണ്, തടിച്ച മരമാണെന്നൊക്കെ തോന്നും. പക്ഷെ ആ മരത്തെ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, പുഴുക്കൾ ഇങ്ങനെ തിന്നിട്ട് എന്താവും, അത് പിന്നെ അതിന്റെ കാതലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ ആയിരുന്നു ഫിർഔന്. ഫിർഔന് കാണുന്നവർക്കൊക്കെ വലിയ രാജാവാണ്, പക്ഷെ അകത്തളത്തിൽ എന്തുണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ട് ഈ പൊങ്ങി നിൽക്കുന്ന മരം പോലെയാണ്. എന്തെങ്കിലും ഒന്ന് പിന്നെ വന്നാൽ, ഒരു ശിക്ഷ വരുമ്പോൾ എന്തുണ്ടാവും, അതിന്റെ വേരുകളൊക്കെ അറ്റ് അത് നിലം പതിക്കും. നിലം പതിക്കാൻ ഒരു നിമിഷം മതി, പെട്ടെന്ന് നശിക്കും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കും. അപ്പം ഈ ഇതിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്ന് നമുക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്ത്, അല്ലെങ്കിൽ അല്ലാഹു തആല നമുക്ക് ജോലിയിൽ കിട്ടിയ ആ പിന്നെ പൊസിഷൻ അല്ലെ, ഉന്നത ജോലിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തോ മതരംഗത്തോ ഒക്കെ കിട്ടണ ആ പൊസിഷൻ, ആ സ്ഥാനം, അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ ഇപ്പൊ ഒരു ഭരണാധികാരിയാണ്, മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ഇന്ന മന്ത്രിയാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്ത് ജോലി ചെയ്യണ, അതിലൊന്നും നമ്മൾ ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വഞ്ചിതനാവാനോ അഹങ്കരിക്കാനോ പാടുള്ളതല്ല. രണ്ട്, അനീതി ആരുടെ കയ്യിലുണ്ടോ അതിന്റെ പര്യവസാനം എന്താവും, അധപ്പതനമാകും എന്നൊരു പാഠം ഇതിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അനീതിയും ളുൽമും അക്രമമൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ അക്രമം ചെയ്യാനുള്ള, അപ്പൊ ഞാൻ ഇങ്ങനെ കളവ് നടത്താണെങ്കിൽ ആ കളവ് നടത്താനുള്ള സാഹചര്യം അല്ലാഹു അങ്ങനെ തരും. അവസാനം എന്ത് ചെയ്യും, റബ്ബ് തമ്പുരാൻ എന്നെ പിടിക്കും. ഞാൻ ഒരാളെ വഞ്ചിക്കുകയാണെങ്കിൽ ആ വഞ്ചന ചെയ്യാനുള്ളത് ഇങ്ങനെ തരും. പക്ഷെ അള്ളാഹു കാണാഞ്ഞിട്ടല്ല, എന്താണ്, അള്ളാഹു അശ്രദ്ധവാനായിട്ടല്ല, നമ്മളിങ്ങനെ നീട്ടിട്ട് തരും. അതും ഇത് ഒരു എന്താണ്, അള്ളാഹുവിന്റെ സുന്നത്താണ്. പിന്നെ എപ്പോഴും മറ്റൊരു പാഠം, നമ്മളൊരു പ്രബോധനം നടത്തുമ്പോൾ, ഒരു ദഅവത്ത് നടത്തുമ്പോൾ, ഒരാളെ ഇസ്ലാമിലേക്ക് വിളിക്കുക, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹിക്മത്തോടും സൗമ്യതയോടും റിഫ്കോടും കൂടിയാവണം ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആ കുടുംബത്തിലായാൽ പോലും ആ രൂപത്തിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. നമുക്കെപ്പോഴും വിജയം ഉണ്ടാവുക
സത്യവിശ്വാസത്തോടൊപ്പമുള്ള സൽക്കർമ്മങ്ങൾക്കേ എന്തുണ്ടാവുള്ളൂ, യഥാർത്ഥ വിജയം സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ആ കാതൽ പുഴുക്കൾ തിന്നു പോയ മരത്തെ പോലെയാവും നമ്മളും മുസ്ലിം കൂട്ടത്തിലെ ഒരു മെമ്പറാവും. അവസാനം മരിച്ചു ചെല്ലുമ്പോ നമുക്ക് എന്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, കാതലില്ലാത്ത മരം പോലെയാകും. അപ്പം മനുഷ്യന്റെ ശക്തി എത്ര ആയാലും അതൊക്കെ അള്ളാഹുവിന്റെ ഖദർ കഥ. എനിക്ക് പണം തന്നതും സ്ഥാനം നൽകിയതും ഒക്കെ റബ്ബിന്റെ ഖദറാണ്, തീരുമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾക്ക് കുറെ സമ്പത്ത് നൽകി ആ അള്ളാഹ്ക്ക് തൃപ്തി ഉണ്ടായത് കൊണ്ടല്ല. ഇനി നിങ്ങൾക്ക് സമ്പത്ത് നൽകാതെ നിങ്ങളെ ഫക്കീറാക്കിയതും അള്ളാഹ്ക്ക് തൃപ്തികേടുണ്ടായത് കൊണ്ടുമല്ല. അപ്പം ദാരിദ്ര്യം എന്ന് പറയുന്നതും ധന്യത എന്ന് പറയുന്നതും ഒന്നും എന്തല്ല, ദുനിയാവില് അള്ളാഹു നമ്മെ ബഹുമാനിച്ചതല്ല, മറിച്ച് അതൊരു പരീക്ഷണമാണ് എന്ന് നമ്മളതിന്ന് ഈ കഥയിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയും 50 ഒരു 5 കൂട്ടിയില്ലേ. പിന്നെ ഇതിന്ന് ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താ, അടുത്ത പദം എന്തേനു, അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറൂ ഫീഹൽ ഫസാദ്. അതിന്റെ അർത്ഥം എന്താ, അവിടെ ആ ക്രമീകരണം നോക്കി നിങ്ങള്. ധാരാളം സൈന്യവും പട്ടാളവും സമ്പത്തൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് ആദ്യം കടന്നു വരും എന്താ, ഒരു ചെങ്ങായി വരും, ഒജിബ് എന്ന് പറയും. എന്താ ഈ ഒജിബ്? നമുക്കിപ്പോ കുറെ സമ്പത്ത്, എന്റെ അടുത്ത് ഇപ്പൊ നല്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ സ്ഥാനത്താണ്, മൻഷിബിലാണ്, ഞാനൊരു മാനേജറാണ്. അപ്പൊ എന്റെ മനസ്സിൽ എന്ത് വരും? അവൻ എന്താ വന്നത്, അനറബ്ബുക്കുമല്ല അല, ഞാനാണ് നിങ്ങളുടെ പരമോന്നത നേതാവ്, രാജ, പിന്നെ റബ്ബ് എന്ന ആ ചിന്ത വരും. ഞാൻ എന്ന ആ ചിന്ത വരും. അതിനാണ് ഉജ്ബ് എന്ന് പറയുന്നത്. അഹങ്കാരം തന്നെ. പക്ഷെ മലയാളത്തിലൊക്കെ അഹങ്കാരം. അഹങ്കാരത്തിന് മറ്റൊരു പദം ഏതാ, കിബർ. അഹങ്കാരം എന്നുള്ളതിന് സാധാരണ പറയുന്നത് എന്താ, കിബർ. ഉജ്ബ് എന്ന് പറഞ്ഞാലും അഹങ്കാരം തന്നെ. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, പിന്നെ ഉജ്ബ് ഉണ്ടാവുമ്പം പിന്നെ ഞാൻ ഇന്നെപ്പറ്റി എന്നോട് പൊക്കും, അല്ലേ? ഞാനിപ്പോ ഓനാട്ടി നല്ല ഞാൻ പറയില്ല, പക്ഷെ എന്റെ മനസ്സിൽ എന്തുണ്ടാവും, ഞാൻ ഓനാട്ടി നല്ലോനാ, അല്ലേ? ഞാൻ പിന്നെ അയാൾക്കും സമ്പത്തുള്ളവനാ, ഞാനൊന്നും ഇപ്പൊ അയാളെ പരിപാടിക്ക് പോകേണ്ട ആളല്ല, വിളിച്ചാലൊന്നും പോകേണ്ടതല്ല, ഞാൻ വലിയ ആളാ, അല്ലേ? ഞാൻ ഉപയോഗിക്കണ കാർ ഇയാൾ ഉപയോഗിക്കണ കാറിന്റെ ചെക്കല്ല. ഇത് പറയൂല, പക്ഷെ എന്തുണ്ടാവും, എന്റെ മനസ്സിലുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ എന്റെ കാറിൽ അയാളൊന്നും കയറ്റാൻ പറ്റൂല എന്നൊക്കെ തോന്നാം. അത്തരം ആ രൂപത്തിലുള്ള അഹങ്കാരമാണ് ഇത് ഉജ്ബ്. ഉജ്ബ് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാവുക, അതന്നെയാണ് അതിന്റെ അർത്ഥം. അതിന് തന്നെയാണ് ആ പേരിന് അജീബ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എന്റെ കാര്യത്തിന് അത്ഭുതം കൂറാം, ഞാൻ എത്ര കെട്ടിട്ടോ, നിന്റെ ഇതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഭയങ്കര കേട്ടോ എന്ന് ഞാൻ പറയൂല, എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാം. അതന്നെയാണ് അജീബ് എന്ന് പറയുന്നത്, അല്ലേ? അത്ഭുതം ഉണ്ട് കേട്ടോ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ കാര്യം അത്ഭുതം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ പറ്റി എന്താ നിങ്ങൾ പറയാ, വേറെ വലിയ പൊട്ടം വേറെ ഉണ്ടോ? ഉണ്ടാവില്ല. അതാണ് അജീബ്. അപ്പൊ മലയാളത്തിൽ അതിന് തർജ്ജമ ചെയ്തപ്പോ പിന്നെ തഫ്സീറിലും ഹദീസിലും ഒക്കെ പറഞ്ഞ അഹങ്കാരം എന്നാ. പക്ഷെ രണ്ട് അഹങ്കാരം വ്യത്യാസമുണ്ട്. കിബർ എന്ന് പറഞ്ഞാൽ ഫിർഔനിന്റെ ആ അവസ്ഥ നോക്കി നിങ്ങള്, കുറെ പട്ടാളക്കാരും സൈന്യവും ഹൈമയും കൂടാരവും ഒക്കെ ശക്തിയൊക്കെ ഉണ്ടായപ്പം അയാൾക്ക് ആദ്യം കടന്നു വന്നത് എന്താ, ഉജ്ബാണ്. ഞാൻ അല്ലേ, ഞാൻ തന്നെയാണ് റബ്ബുക്കുമല്ല അല, അല്ലേ? അവിടെ വരും. അത് കടന്നു വന്നാൽ പിന്നെ പറയും നോക്കി നിങ്ങള്, അല്ലദീന തഗൗ, അല്ലേ? അത് കടന്നു വന്നാൽ അക്രമം പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഞങ്ങൾ ആക്രമിക്കും, നിങ്ങളൊന്നും എന്റെ മുന്നിൽ ഇരിക്കേണ്ട ആളല്ല എന്നൊരു അക്രമവാസന വരും. അല്ലെങ്കിൽ ഞാൻ എന്റെ സൈന്യത്തെ വിട്ടിട്ട് നിങ്ങൾ എന്താക്കും, നിങ്ങളെ ജയിലിലടക്കും. ഒക്കെ നമ്മുടെ നാട്ടിൽ പലയിടത്തും നടക്കുന്നുണ്ട്, അല്ലേ? എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നെ പറ്റി, ഞാനാരാ, അന റബ്ബുക്കുമല്ല അല, ഞാനാണ് അവിടുത്തെ പ്രധാനി. അപ്പൊ എന്നെ പറ്റി മുന്തിയാൽ പട്ടാളക്കാർ വരും, നിങ്ങളെ ഉള്ളിലാക്കും. അപ്പം ഇതൊരു അഹങ്കാരാണ്. ഈ അഹങ്കാരം എന്താ, ഈ അഹങ്കാരം ആദ്യം മനസ്സിലുള്ളേനി, പിന്നെ അതെന്തായി, അക്രമത്തിലൂടെ പ്രവർത്തനത്തിലേക്ക് വന്നു, അല്ലേ? അത് എന്തായി, തത്ബീക്ക് എന്നറിയും. എന്ന് പറഞ്ഞാൽ അത് പ്രയോഗവൽക്കരിക്കണം. ഇന്നെന്തെങ്കിലും പറഞ്ഞാൽ
ഞങ്ങളെ പിടിച്ച് ഉള്ളിലാക്കും എന്ന് ആ സൈന്യം അതെന്ത് ചെയ്യും? അത് പ്രായോഗികവൽക്കരിക്കും എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിലേക്ക് വരും. അപ്പൊ കിബിർ എന്ന് പറഞ്ഞാല് അഹങ്കാരം തന്നെ. ആ കിബിർ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും? പ്രവർത്തനത്തിൽ കാണും. ഉജ്ബ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം തന്നെ, പക്ഷെ അതെന്താവും? എന്റെ ഉള്ളിൽ ഒതുങ്ങും. മനസ്സിലായോ? അതാണ് ഉജ്ബും കിബറും. ഇനി നിങ്ങൾ ആദ്യം തോതിയേക്കാൻ അപ്പൊ കണ്ടങ്ങള് ആ തുകയാൻ ഈ കിബർ ഉണ്ടാവുമ്പോഴാണ് ഇതാണ് ഫിർഔനും കൂട്ടർക്കും പറ്റും ഒരുപാട് അഴിമതി. ഫസാദ് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം അഴിമതിയും അന്യായവും കുഴപ്പവും ഒക്കെ ആര് പ്രവർത്തിച്ചു? ആ ഫിർഔനും കൂട്ടരും പ്രവർത്തിച്ചു. അപ്പൊ അതിന്റെ 3 സ്റ്റെപ്പ് അല്ലേ? എന്തിനാ പഠിച്ചോ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മളോട്? ഇതൊക്കെ ഞാനും നിങ്ങളും അറിയാതെ എന്റെ മനസ്സിലേക്ക് വരും അല്ലേ? ചിലപ്പോ പലപ്പോഴും തുടക്കം കുടുംബത്തിൽ നിന്നായിരിക്കും. ഓന്റെ ഒക്കെ അതിന് ഞാൻ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകണോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. നമുക്ക് പറയൂല നമ്മള്. ഒന്നൊക്കെ ഭാര്യനോടൊക്കെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അത് തുടക്കമാണ് വെച്ചിട്ട്. പിന്നെ അതെന്താവും? പതുക്കെ പതുക്കെ ആ അക്രമവാസന വരും. പിന്നെന്താവും? അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് തുടങ്ങും അല്ലേ? ആലോചിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ആ ഫിർഔനിന്റെ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം. മതി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.